ലേവ്യ പുസ്തകം അധ്യായം 1. ദൈവത്തോടുള്ള സമർപ്പണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ലേവ്യ പുസ്തകം 1-ാം അധ്യായമാണ്. ഈ അധ്യായത്തിൽ ദൈവം മോശയോട് സംസാരിച്ച് ഹോമയാഗത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു. ഹോമയാഗം എന്നത് ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളമാണ്. ഒരു മനുഷ്യൻ കാളയെയോ ആടിനെയോ പക്ഷിയെയോ കൊണ്ടുവന്ന് യാഗമായി അർപ്പിക്കുമ്പോൾ അത് കുറ്റമില്ലാത്തതും ശുദ്ധവുമായിരിക്കണം. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് നാം കൊടുക്കേണ്ടത് മികച്ചതും നിർമ്മലവുമായിരിക്കണം. യാഗം അർപ്പിക്കുന്നവൻ തൻ്റെ കൈ യാഗമൃഗത്തിൻ്റെ തലയിൽ വയ്ക്കുന്നു. ഇത് അവൻ്റെ പാപം അതിലേക്ക് മാറുന്നതിൻ്റെ അടയാളമാണ്. ശേഷം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ സമർപ്പിക്കുന്നു. മുഴുവൻ യാഗവും ദഹിപ്പിക്കപ്പെടുന്നു. ഇത് പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ്. ഒന്നും സ്വന്തം ഉപയോഗത്തിനായി ശേഷിക്കുന്നില്ല. പ്രിയരെ, ഇത് നമുക്ക് ഒരു ആത്മീയ സന്ദേശം നൽകുന്നു. ദൈവം നമ്മിൽ നിന്നും അരമനസ്സുള്ള സമർപ്പണമല്ല, പൂർണ്ണ ഹൃദയത്തോടെയുള്ള സമർപ്പണമാണ് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ യാഗം യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിൻ്റെ ഒരു നിഴലാണ്. യേശു തൻ്റെ ജീവൻ മുഴുവനും നമുക്കായി സമർപ്പിച്ചു. അതിനാൽ നാമും നമ്മുടെ ജീവിതം ദൈവത്തിന് ഒരു ജീവനുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും അവനോട് പ്രസാദകരമാകട്ടെ. റോമർ 12:1 ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദകരമായ ജീവനുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, നമ്മുടെ ജീവിതം പൂർണ്ണമായി നിന്നോട് സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.